ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്തിടെ വാർത്തകൾ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ്. എന്താണ് മാൽവെയർ എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ നശിപ്പിക്കാൻ കഴിയുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ മാൽവെയർ എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറെ നശിപ്പിക്കാൻ കഴിയുന്ന പ്രോഗ്രാമുകളാണ് മാൽവെയർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ES പത്മകുമാർ. പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യവുമായി തുടക്കമിട്ട പദ്ധതിയാണ് അക്ഷരോന്നതി. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരമാണ് ബാംഗ്ലൂർ. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. സീലിംഗ് കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. മാനസിക വൈകല്യവും കേൾവി പ്രശ്നവും ദൃശ്യവൈകല്യവുമുള്ള കുട്ടികളെ ലക്ഷ്യം വയ്ക്കുന്ന പ്രത്യേക വിദ്യാഭ്യാസത്തിനായി ദിശ അഭിയാൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഴയഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കി മാഹിയിൽ ശില്പ പരമ്പര തീർത്തതാരാണ്? KKR വേങ്ങരയാണ്. എവിടെയാണ് കൃഷിവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ആനയറയാണ്. അടുത്തിടെ അവതരിപ്പിച്ച നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബിൽ ലോക്സഭ പാസാക്കിയത് എന്നാണ്? 2025 ഓഗസ്റ്റ് 11 നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് ലോക്സഭ പാസാക്കിയത്. താങ്ക്